പണ്ടായിരുന്നു മറ്റേ കൊള്ള സംഗീതത്തിലെ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ മീശ വെച്ചോണ്ടിരുന്നത് വില്ലന്മാരായിട്ട് അഭിനയിച്ചിരുന്നത്. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ നല്ല ചുള്ളന്മാരൊക്കെ അല്ലേ വില്ലന്മാരായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പം അല്ല, ഇതിപ്പം ആടിന്റെ ലുക്കാണ്. നിങ്ങൾ കൊമ്പം മീശ കണ്ടിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 2025 ഡിസംബർ ക്രിസ്മസ് റിലീസ് ആയിരിക്കും. അങ്ങനെയാണ് പ്രൊഡക്ഷൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ഭയങ്കര സന്തോഷം. നിങ്ങൾക്ക് അത് ഭയങ്കര രസമല്ലേ? ഒരു സിനിമ ഒരു ക്യാരക്ടർ ചെയ്തു, അടുത്ത സിനിമ ചെയ്യുന്നു, അടുത്ത ക്യാരക്ടർ. പക്ഷെ ഇതൊരു എന്താ പറയാ, ഒന്ന് ചെയ്യുന്നു, കുറെ സിനിമയ്ക്ക് ശേഷം വീണ്ടും അതേ കഥാപാത്രമായിട്ട് വരുന്നു. അത് ഭയങ്കര ത്രില്ലിംഗ് അല്ലേ? ത്രില്ലിംഗ് ആണ്. ഇപ്പൊ രസവും ത്രില്ലിംഗ് ഒക്കെ ഒരു സൈഡ്, പക്ഷെ ഇത് ഈ അഭിനയിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ആക്ച്വലി. സോ ഇതിന്റെ ഒരു സ്ട്രെസ് ഉണ്ട്. അത് ആക്ടേഴ്സ് അല്ലാത്തവർക്ക് അത് പറഞ്ഞാൽ എത്രമാത്രം മനസ്സിലാവും അറിയില്ല. ഒരുപക്ഷെ സിനിമയിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർക്ക് പിന്നെയും കുറേയൊക്കെ മനസ്സിലാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പം എൻ്റെ അമ്മയ്ക്ക് ഇത് എത്ര പ്രയാസപ്പെട്ട ജോലിയാന്ന് ചിലപ്പം മനസ്സിലാവില്ല. അത് പോയി അവർ തരുന്ന ഡയലോഗ്സ് ഒക്കെ പറഞ്ഞാൽ പോരെ. സോ ഇങ്ങനെയാണ് ഇവർ ആലോചിക്കുന്നത്. പക്ഷെ ഇത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഈ അഭിനയം മാത്രമല്ല, ഏത് പരിപാടിയും, ഏത് ജോലിയും. ഇപ്പൊ ഞാനിപ്പോ ഒരു ജോലിയായിട്ട് പറയുകയാണെങ്കിൽ ഏത് ജോലിയും പ്രയാസമുള്ളത് തന്നെയാണ്. ഒട്ടും നമുക്ക് പ്രയാസം ഇല്ലാണ്ട് ഒരു സാധനം നമുക്ക് ജീവിതത്തിൽ കിട്ടൂല. അത് അറിയാലോ. സോ അഭിനയം ഭയങ്കര സ്ട്രെസ്സാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ അകത്തൊരു ത്രില്ലുണ്ട്, അതിൻ്റെ അകത്തൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് സെക്കൻഡ് ആഡ് ചെയ്യുന്ന അത്രയും എനിക്ക് ടെൻഷൻ ഇല്ല തേർഡ് ആഡ് ചെയ്യുന്നതിൽ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ആഡ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ആഡിൽ ഞാനിത് എങ്ങനെയാണ് അഭിനയിക്കേണ്ടത് എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ആഡിലേക്ക് രണ്ട് മുഖങ്ങളാണ്. ഒന്ന് ഈ മുഖമാണ്, അതായത് ഭീകരനായിട്ട്. ഒന്ന് ഇതാണ് പാവം. അപ്പൊ ഇയാൾ ഓൾറെഡി ചീറ്റി കഴിഞ്ഞു. ഇയാളുടെ പരിപാടികൾ ആൾക്കാർക്ക്, ഓഡിയൻസിന് മനസ്സിലായി, കഥാപാത്രങ്ങൾക്ക് മനസ്സിലായി. ഇനിയിപ്പോ ഇയാള് ഇതാണോ പിടിക്കേണ്ടത് അറിയില്ല. ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സീൻ എടുക്കുന്നത് ആ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് അങ്ങനെ ചെയ്തു. പക്ഷെ ആഴത്തിൽ പിന്നെ ഒരു വ്യക്തതയുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാല് അറക്കലപ്പ് ഫസ്റ്റ് പാർട്ടിൽ ചീറ്റെങ്കിലും അയാൾ ഈ ബലം പിടിക്കുന്നതും അയാളുടെ ചീറ്റിൽ വീണ്ടും റിപ്പീറ്റ് ആയാലും അത് ഓക്കെയാണ് ആടിന്റെ ഫോർമാറ്റില്. അതിൽ വേറൊരു പടത്തിലാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ റിപ്പീറ്റേഷൻ വന്ന് ചിലപ്പോൾ വർക്കൗട്ട് ആവില്ലായിരിക്കും. സോ ഇപ്പൊ ആടത്തിൽ ഞാൻ കുറച്ചുകൂടെ കൂളാണ്. അതേപോലെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമയുണ്ട് ഇതിന്റെ കൂടെ തന്നെ, ഭരതനാട്യം 2. അത് തിയേറ്ററിൽ പോയി കണ്ടവർക്കറിയാം. എനിക്ക് വളരെ കണക്ട് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അത് എത്ര പേർക്ക് കണക്ട് ആയി തിയേറ്ററിൽ എനിക്കറിയില്ല. പക്ഷെ OTT വന്നപ്പോൾ അത് ഗംഭീരമായിട്ട് ആളുകൾ അത് ഏറ്റെടുത്തു. ഇപ്പൊ അത് 2ാം ഭാഗം വരികയാണ്. അതിന്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. അതിനെ കുറിച്ച് ഒന്ന് പറയണം. അതിനെക്കുറിച്ച് ഭരതനാട്യം 2 ഉണ്ടാവുന്നതിന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം ആ പടത്തിന്റെ ഒരു മൊത്തം സ്ട്രക്ചർ അത് നമ്മൾ ഇവിടുന്ന് തുടങ്ങി ഇവിടെ എൻഡായി. ഇനി ഇതിന്റെ അപ്പുറമൊന്നും ഇല്ല. മനസ്സിലായില്ലേ? ഇപ്പം സായി ചേട്ടന്റെ ക്യാരക്ടർ, അച്ഛന്റെ ക്യാരക്ടർ, ഭരതൻ നായരുടെ ക്യാരക്ടർ, അദ്ദേഹം മരിച്ചുപോയി. കുടുംബാംഗങ്ങൾ ഇപ്പം സന്തോഷമായിട്ട് ഇപ്പൊ ജീവിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ നിർത്തുന്നത്. ഇനിയിപ്പോ അതിന്റെ അപ്പുറം എന്താണ്? പിന്നെ ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ വർക്കും ആയിട്ടില്ല. OTT-ലാണത് ദ സോ കോൾഡ് ബ്ലോക്ക് ബസ്റ്റർ എന്നൊക്കെ പറയുന്ന പോലെ അതാണ് സംഭവിച്ചത്. ഇതിനുശേഷം തോമസ് ചേട്ടനാണ്, അതായത് നമ്മുടെ പാർട്ട്ണർ തോമസ് തിരുവല്ല, അദ്ദേഹമാണ് ദാസന്റെ പറയണത്, ദാസ ഒരു സെക്കൻഡ് പാർട്ട് നമുക്ക് ആലോചിച്ചാലോ. ദാസൻ അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു. പക്ഷെ അവൻ ഭയങ്കര ബ്രില്യൻ്റ് ആണ് കൃഷ്ണദാസ്. അവനൊരു സെക്കൻഡ് പാർട്ട് എഴുതി ഭയങ്കര രസമുള്ള പ്രൊമൈസ്, ഭയങ്കര രസമായിട്ട് അവൻ എഴുതി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമെന്ന്. പക്ഷെ എൻറ്റയർലി ഒരു ഭയങ്കര രസമാണ്. ഞങ്ങൾ വെയിറ്റ് ചെയ്യണത് കാണാൻ വേണ്ടിയിട്ട്.